ഇടുക്കി ജില്ലയിൽ കൂടുതൽ NGO-കളെ അല്ലാതെ സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചാണ് കൂടുതലും കൊടുത്തിരിക്കുന്നത്. ഇവിടെ നെടുങ്കണ്ടം ബ്ലോക്കിൽ സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചിട്ട് ഓരോ പഞ്ചായത്തിലും കോർഡിനേറ്റർമാരെ വെച്ചു. ആ കോർഡിനേറ്റർമാർ ഓരോ വാർഡിലും ഫീൽഡ് പ്രൊമോട്ടർമാരെ നിയമിച്ചു. അതുവഴിയാണ് പണം പിരിച്ചിരിക്കുന്നത്. ചിലര് കയ്യിലേക്ക് നേരിട്ട് കൊടുക്കും, ചിലർ അക്കൗണ്ടിലേക്ക് കൊടുക്കും, ചിലർ സഹകരണ ബാങ്കിലെ. അവിടെ ശ്രീമതി മിനി സീഡ് സൊസൈറ്റി നേരിട്ടായിരുന്നോ? അതെ, സീഡ് സൊസൈറ്റി നേരിട്ടായിരുന്നു ഇവിടെ ചെയ്തിരുന്നത്. സീഡ് സൊസൈറ്റി നെടുങ്കണ്ടം ബ്ലോക്കിൽ രൂപീകരിച്ചു, രാജാക്കാട് ഓഫീസ് ഇട്ടു. അതിനുശേഷം നെടുങ്കണ്ടം ബ്ലോക്കിലെ 7 പഞ്ചായത്തിലും സീഡ് സൊസൈറ്റി മുഖാന്തരം നേരിട്ട് ഓരോ പഞ്ചായത്തിലും കോർഡിനേറ്റർമാരെ നിയമിച്ചാണ് ഈ തട്ടിപ്പ് നടത്തിയത്. ഈ വാർഡ് മെമ്പർമാരും മറ്റുമൊക്കെ ഇതിന്റെ സംവിധാനത്തിൽ ഉണ്ടായിരുന്നോ സൊസൈറ്റിയിൽ? നമ്മുടെ ഇവിടെ പഞ്ചായത്തുകളിലൊക്കെ വാർഡ് മെമ്പർമാരെ, ഇവിടെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ 2 വാർഡ് മെമ്പർമാരെ ഫീൽഡ് പ്രൊമോട്ടർമാരായിട്ട് നിയമിച്ചിരുന്നു. അതുപോലെ തന്നെ പഞ്ചായത്ത് കോർഡിനേറ്ററുടെ ഒരു നേതാവായിരുന്നു പാർട്ടിയുടെ, അദ്ദേഹത്തിന്റെ സ്വന്തക്കാരെ എല്ലാം ഫീൽഡ് പ്രൊമോട്ടർമാരായിട്ട് നിയമിച്ചു. പിന്നീട് ഏറ്റവും അടുത്ത ഇഷ്ടക്കാരെയാണ് നിയമിച്ചിരുന്നത്. അതുവഴിയാണ്. അപ്പോൾ നമുക്ക് ജനങ്ങൾക്ക് ആശങ്കയാണ്. കാരണം പല അക്കൗണ്ട് വഴി ചിലരോട് പറയും സഹകരണ ബാങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കൊണ്ടിടാൻ പറയും പൈസ, അങ്ങനെ അടച്ചവരുണ്ട്. ചിലരുടെ പൈസ ഈ ഫീൽഡ് പ്രൊമോട്ടർമാർ നേരിട്ട് കൈപ്പറ്റും. രസീത് കൊടുക്കുന്നതുണ്ട്, കൊടുക്കാത്തതുണ്ട്. ചിലരുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടാണെന്നും പറഞ്ഞ് സഹകരണ ബാങ്കിൽ അക്കൗണ്ടിൽ ഇടിപ്പിച്ചിട്ടുണ്ട്. ചിലത് ബിനാമി പേരിൽ ഇടിപ്പിച്ചിട്ടുണ്ട്, HDFC ബാങ്കിലൊക്കെ. അപ്പോൾ ഇങ്ങനെ ആളുകളെ പലതരത്തിലുള്ള അതിലൊന്നും ഒരു സംശയം തോന്നിയിട്ടില്ലേ ശ്രീമതി മിനി പ്രിൻസ്? ഇപ്പോ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെ, അതായത് ജനപ്രതിനിധികളെ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും ഫീൽഡ് പ്രൊമോട്ടർമാരായി നിയമിക്കുകയും ഒക്കെ ചെയ്തൊരു സമാന്തര സംവിധാനമായി, സമാന്തര ഗവൺമെന്റ് സംവിധാനം എന്നൊക്കെ പറയുന്നത് പോലെ ഗുണഭോക്താക്കൾക്ക് വേണ്ടി ഒരു സമാന്തര സംവിധാനം ഉണ്ടാവുകയും ജനപ്രതിനിധികൾ അതിൽ അംഗമാവുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഈ ഡ്യൂബിയസ് ആയിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ ഒരു സംശയവും തോന്നിയില്ലേ? ഇല്ല. അപ്പം ഞാന് പഞ്ചായത്ത് മെമ്പറാണ്. അപ്പൊ നമ്മുടെ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഈ പരാതി കൊടുക്കാനായിട്ട് സ്റ്റേഷനിൽ പോയത്. അപ്പോൾ നമുക്ക് പോലും തോന്നത്തില്ല. കാരണം എല്ലാ ഉദ്ഘാടനങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ മന്ത്രിമാരും MLA-മാരും ഒക്കെയാണ് ഉദ്ഘാടനങ്ങൾ. പഞ്ചായത്ത് തലത്തില് പഞ്ചായത്ത് പ്രസിഡന്റുമാര് ഞങ്ങളെ എല്ലാം വിളിച്ചാണ് ഉദ്ഘാടനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ വളരെ വിപുലമായ രീതിയിലാണ് എല്ലാ പാർട്ടിയിലെ ആളുകളെ വിളിച്ചിരുത്തി ആണ് ഇതിന്റെ ഉദ്ഘാടനങ്ങളും എല്ലാം നടത്തിയത്. ആദ്യഘട്ടത്തില് ഇത് വിതരണം ചെയ്തതുകൊണ്ട് ആർക്കും സംശയം തോന്നിയിട്ടില്ല. കാരണം ഇപ്പൊ ഇവര് പണം അടയ്ക്കാൻ പറയുമ്പോൾ ഇപ്പൊ ഇന്നലെ ഒരു അറിയിപ്പ് വരും, വൈകിട്ട് അറിയിപ്പ് വരും, നാളെ 2 മണി വരെ സ്കൂട്ടിയുടെ പൈസ എടുക്കുള്ളൂ. അപ്പൊ ആളുകൾ ഓട്ടത്തിലാണ്. ആ 2 മണിക്കകം അടയ്ക്കുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ആളുകളെ ഇട്ട് വിഷമിപ്പിച്ച് അവർ ഓടി നടന്ന് അവരുടെ പണിയും കളഞ്ഞ് മെനക്കെട്ട് കടമെടുത്ത് പലിശക്കൊക്കെ എടുത്ത് എത്രയോ സ്ത്രീകളുണ്ട്. അപ്പൊ അവര് കരയുന്നത് 60,000 രൂപ എടുത്തിട്ട് അതിന്റെ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിലര് ഒരു വീട്ടിൽ 2 എണ്ണം. അത് മനസ്സിലാവും, ആ പ്രയാസം മനസ്സിലാവും. 1,20,000 രൂപ മുടക്കുന്നതിലുള്ള വാഹനം 60,000 രൂപയ്ക്ക് കിട്ടും എന്നറിഞ്ഞ് കടം വാങ്ങിച്ച് പലിശയ്ക്ക് പണം എടുത്തിട്ടൊക്കെ കൊടുത്ത ആളുകളാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്.